ഹായ്, എല്ലാവർക്കും നമസ്കാരം. കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഓണേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം അങ്കമാലി അഡ്ലെക്സ് കൺവെൻഷൻ സെന്ററിൽ രണ്ടാം ദിവസം തുടരുകയാണ്. വളരെ ഗംഭീരമായ പ്രതികരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ലോകോത്തര കമ്പനികളുടെ വലിയൊരു ശൃംഖല തന്നെ അവരുടെ എക്യുപ്മെന്റുമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൂടെയൊക്കെ കാണാൻ കഴിഞ്ഞു. എൻ്റെ പിന്നിൽ കാണുന്നത് പോലെ വലിയ ഒരു നിര തന്നെ, വാഹനങ്ങളുടെ വലിയൊരു നിര തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അത് ഹ്യുണ്ടായി, JCB, കൊബേൽക്കോ, അങ്ങനെ നിരവധി കമ്പനികളാണ് ഈ എക്സ്പോയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വിഷ്വലിൽ നിന്ന് കാണുന്നത് പോലെ വളരെ ഭംഗി നിറഞ്ഞൊരു കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഈ എക്സ്പോയുടെ പേജിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ രാത്രിയിൽ ഈ JCBകൾ ഇങ്ങനെ കിടക്കുന്ന കാണാം. പ്രത്യേകിച്ച് ഈ അഡ്ലെക്സ് കൺവെൻഷൻ സെൻ്ററിൻ്റെ ഈ മുറ്റത്ത് ഇങ്ങനെ കൂട്ടത്തോടെ നിരനിരയായി ഈ JCBകളൊക്കെ കിടക്കുന്നതാണ്. വളരെ ഭംഗി നിറഞ്ഞൊരു കാഴ്ച നമുക്കവിടെ ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണാൻ കഴിയുന്നത്. ഇതിപ്പം പകൽ ദൃശ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പകൽ ദൃശ്യങ്ങളാണ്. ചെറിയ JCB മുതൽ വലിയ JCB വരെ. ഇപ്പോൾ ഈ പറയുന്നത് എനിക്ക് ഒരു JCB എന്ന് മാത്രമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. JCB എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പേരായിരുന്നു, അതൊരു വലിയ കമ്പനിയായി പിന്നെ മാറി, അതൊരു ബ്രാൻഡായി മാറി. പക്ഷെ പല കമ്പനികൾ ഈ ഒരു ആധുനിക സാങ്കേതിക വിദ്യയുടെ യന്ത്രങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പല കമ്പനികൾ ഇന്ന് രംഗത്തുണ്ട്. അതിൻ്റെയൊക്കെ ഒരു വലിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ ധാരാളം ആൾക്കാരാണ് ഈ എക്സ്പോ കാണുവാനായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ദൃശ്യത്തിൽ കാണുന്ന ഒരു കൊച്ചുകുട്ടി ഇപ്പം JCBയിൽ കയറിയിരുന്ന് അതിൻ്റെ വളയം പിടിക്കുന്ന കാഴ്ചകൾ കണ്ട് ഇപ്പം കാണുന്ന കണ്ടില്ലേ. കൊച്ചുകുട്ടികളെല്ലാം ഈ വളരെ കൗതുകത്തോടു കൂടി, ഇപ്പം നമ്മൾ പ്രായമുള്ളവരാണെങ്കിൽ പോലും വളരെ കൗതുകത്തോടെയാണ് ഈ JCBകളെ എല്ലാം കാണാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നത്. നമ്മുടെ ആനയോടും മാമത്തിനോടും ഒക്കെ ഉപമിക്കുന്ന രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആധുനിക യന്ത്രങ്ങളുടെ എല്ലാം രൂപകൽപ്പന വന്നിട്ടുള്ളത്. നമുക്കത് അറിയാവുന്നതാണ്. കാരണം ഒരുപാട് ചരിത്രങ്ങൾ ഇപ്പം നോവലുകളിലും എല്ലാം JCBയെ കുറിച്ച് പരാമർശിക്കുന്ന സംഗതികളെല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പോലെ നേരത്തെ പറഞ്ഞില്ല, ആ കുട്ടി ആ വണ്ടിക്കകത്ത് കയറി എന്ത് കൗതുകത്തോടു കൂടിയിട്ടാണ് ആ സീറ്റിൽ കയറി ആ നിർത്തിയിട്ടിരിക്കുന്ന ആ JCBക്കകത്ത് കയറി അതിനെ നോക്കി കാണുന്നത്. ഈ കൊച്ചു കുട്ടികളൊക്കെ രണ്ടുപേര് ഇത് കണ്ടോ, അവർ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഈ എക്സ്പോ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയ ഒരു കാഴ്ച. വളരെ വലിയ സന്തോഷത്തോടെ കൗതുകത്തോടെ അവർ നോക്കുന്നത്. ഇങ്ങനെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഈ ആന, മാമത്ത്, ഇതിനോടൊക്കെ ഉപമിക്കുന്ന രീതിയിലുള്ള ശരിക്കും പറഞ്ഞ വണ്ടിയുടെ ഒരു കൗതുകകരമായൊരു കാഴ്ച അത് നമുക്കിവിടെ കാണേണ്ടത് തന്നെയാണ്. കനത്ത ചൂടാണ് ഈ കൺവെൻഷൻ സെൻ്ററിൻ്റെ മുറ്റത്ത് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനിടയിലും നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഈ പ്രായഭേദമന്യേ നിരവധി ആളുകളാണ് ഈ എക്സ്പോ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. എപ്പിക്കോൺ എന്ന് പറഞ്ഞിട്ട് 2025 എക്വിപ്പോൺ എന്നാണ് ഈ എക്സ്പോയുടെ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ